ഹായ് ഓൾ, എല്ലാവർക്കും SSC മെന്ററിലേക്ക് സ്വാഗതം. നമുക്കറിയാം റെയിൽവേയിൽ RRB NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. RRB NTPCയുടെ ഗ്രാജുവേറ്റ്സ് എക്സാം ടയർ 1 ഓൾറെഡി കഴിഞ്ഞു. ഇനി ഇതൊക്കെ കഴിയുമ്പം മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി എക്സാംസ് വരാനുണ്ട്. അത് കഴിയുമ്പം RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് വരാനുണ്ട്. വലിയൊരു എക്സാം സീസണാണ് ഇനിയിപ്പോൾ വരാനിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ടയർ 2 എക്സാംസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവും, ഈ വേക്കൻസി ഇത്ര ബൾക്ക് വേക്കൻസി ഒക്കെ കഴിഞ്ഞു പോവോ, ഇനിയിപ്പോൾ അടുത്ത വല്ലതും എക്സാം വിളിക്കുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷേ RRBയിൽ അല്ലെങ്കിൽ റെയിൽവേയിൽ വലിയൊരു ബമ്പർ വേക്കൻസീസ് ആണ് 2026 നിങ്ങളെയും കാത്തു നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വേക്കൻസി നിങ്ങൾക്ക് ഏതൊക്കെ എക്സാംസ് ഇനി വിളിക്കാനുണ്ട്, എത്രത്തോളം വേക്കൻസീസ് വരും, എപ്പോഴൊക്കെ നോട്ടിഫിക്കേഷൻസ് വരും എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കയറിയാലോ. ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോന്റെ അജണ്ടയാണ് പറയുന്നത്. അതായത് ഏറ്റവും ഫസ്റ്റ് പോകുന്നത് വൈ റെയിൽവേസ്, അതായത് റെയിൽവേസിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് തൊട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. വൈ റെയിൽവേ, എന്തുകൊണ്ട് റെയിൽവേയിൽ നിങ്ങളൊരു ജോലി നേടണം, അതാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. രണ്ടാമത്തത് RRB വഴി നടത്തുന്ന മെയിൻ എക്സാംസ് ഏതൊക്കെയെന്നുള്ളതാണ് ഞാൻ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുക. മൂന്നാമത്തത് ഇനി വരാൻ 2026 വരുന്ന എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻസ്, ഏത് സമയത്ത് എക്സാംസ് വിളിക്കും, ഏത് സമയത്ത് എക്സാം ഉണ്ടാവും, എത്രത്തോളം വേക്കൻസീസ് ഉണ്ടാവും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ തേർഡ് പോയിന്റിൽ പറയും. സിലബസ്, പ്രിപ്പറേഷൻ, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിന് ഇന്ത്യൻ റെയിൽവേയിൽ നിങ്ങളൊരു ജോലി നേടണം എന്നുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് എംപ്ലോയർ എന്ന് പറയുന്നത്. അത് ഇത്രയും ആൾക്കാർക്കാണ് റെയിൽവേ ജോലി കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് തന്നെ അതാണ്, ജോബ് സെക്യൂരിറ്റി, അൺമാച്ച്ഡ് ജോബ് സെക്യൂരിറ്റി എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത് ഗ്രോത്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റി, അതായത് നിങ്ങൾക്ക് സാലറി വൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കരിയർ എടുത്തോട്ടെ, നിങ്ങൾ വെച്ചാൽ ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡോക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാത്തിനും പറ്റുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എവിടെയുണ്ട്? ഇന്ത്യൻ റെയിൽവേയിലുണ്ട്. വെറും ജോബ് ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, ഇതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രൊമോഷൻസും ഉണ്ട്. അതിനനുസരിച്ചുള്ള സാലറീസും അലവൻസസും റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ് ഡൈവേഴ്സ് കരിയർ പാത്ത്. അതായത് നിങ്ങൾ എന്ത് ഡിഗ്രി വേണമെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ഡിഗ്രി എടുത്താലും, അല്ലെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ +2 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ എന്തായാലും, നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറ്റുന്ന ഒരു ജോബ് റെയിൽവേയിൽ ഉണ്ട്. അതാണ് ഡൈവേഴ്സ് കരിയർ പാത്ത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സെർവിങ് ദ നേഷൻ, അതായത് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് എംപ്ലോയർ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അഭിമാനമുള്ളൊരു കാര്യമാണ്. അതുവഴി നമുക്ക് നേഷൻ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസും കൂടിയാണ്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ റെയിൽവേ എന്തിനുള്ള ചോദ്യത്തിന് ഉത്തരം. രണ്ടാമത്തത്, ഏതൊക്കെ എക്സാംസ് റെയിൽവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്? അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് എക്സാം എന്ന് പറയുന്നതാണ് RRB NTPC എന്ന് പറയുന്നത്. RRB NTPCയുടെ ഈ വർഷത്തെ എക്സാംസ് RRB ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ഓൾറെഡി കഴിഞ്ഞു. ടയർ 1 എക്സാം കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. കറൻ്റ്ലി ഇപ്പോൾ RRB NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിൻ്റെ ടയർ 1 നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെയൊക്കെ ടയർ 2 ഉണ്ട്, RRB ഗ്രൂപ്പ് ഡി ഉണ്ട്, അതുപോലെയുള്ള ഇഷ്ടംപോലെ എക്സാംസ് ഇങ്ങനെ വരാനിരിക്കുകയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ബിഗ് ടിക്കറ്റ് എന്ന് പറയുന്നത് RRB NTPC തന്നെയാണ്. ഇതിൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവസരമുണ്ട്, നിങ്ങൾ +2 ആണെങ്കിൽ നിങ്ങൾക്ക് അവസരമുണ്ട്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് RRB NTPC വഴി കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ദിവസം കാണുന്ന സ്റ്റേഷൻ മാസ്റ്റർ പോലുള്ള പോസ്റ്റുകൾ, ഗുഡ്സ് ഗാർഡ്, പിന്നെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ട്രാഫിക് അസിസ്റ്റന്റ്, അല്ലെങ്കിൽ ക്ലർക്കുകൾ, ടൈപ്പിസ്റ്റുകൾ, അതായത് ഏറ്റവും ടോപ്പ് തൊട്ട് ഏറ്റവും താഴെ വരെയുള്ള പോസ്റ്റുകളിലേക്ക് എന്തുണ്ട്, RRB NTPC വഴി കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു ടിക്കറ്റാണ്, അല്ലെങ്കിൽ വലിയൊരു എക്സാമാണ്. അപ്പം ഈ വർഷം തന്നെ 11,000-ന് മുകളിൽ വേക്കൻസീസ് ഈ വർഷം RRB NTPC വഴി വിളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത വർഷം ഇതിലും വലിയൊരു വേക്കൻസിയാണ് വരാനിരിക്കുന്നത്. അത് നമുക്ക് വരുന്ന സ്ലൈഡിൽ നമുക്ക് പറയാം. അതേപോലെ അടുത്തൊരു മെയിൻ എക്സാം എന്ന് പറയുന്നത് RRB ALP ആണ്. അതേപോലെ ടെക്നീഷ്യൻ എന്ന് പറയുന്ന എക്സാമും ഉണ്ട്. RRB ALP വേറെ, RRB ടെക്നീഷ്യൻ വേറെ. അപ്പോൾ ലോക്കോ പൈലറ്റ്, അസിസ്റ്റന്റ് ALP എന്ന് വെച്ചാൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, അതായത് ട്രെയിനിൻ്റെ ഡ്രൈവർ സീറ്റിലിരിക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതും അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി വിളിക്കുന്ന ഒരു എക്സാമാണ്. അതേപോലെ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അതായത് റെയിൽവേയുടെ റെയിൽവേ സ്മൂത്ത് ആക്കുക, റെയിൽവേയുടെ റണ്ണിങ് സ്മൂത്ത് ആക്കുക, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ. അതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്, മെയിൻറ്റെയിൻ ക്രിട്ടിക്കൽ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റോളിംഗ് സ്റ്റോക്ക്. അതായത് റെയിൽവേക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഇൻഫ്രാസ്ട്രക്ചറിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുക എന്നുള്ളതാണ് ടെക്നീഷ്യൻ്റെ വർക്ക് എന്ന് പറയുന്നത്.
മൂന്നാമത്തത് RRB JE. നിങ്ങളൊരു എഞ്ചിനീയർ ആണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു എക്സാമാണ് RRB JE എന്ന് പറയുന്നത്. വളരെ അടിപൊളിയായിട്ടുള്ള ജോബാണ്, നല്ല സാലറി ഉള്ള ജോബാണ്. അതേപോലെ നിങ്ങളൊരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു എക്സാമാണ് RRB ഗ്രൂപ്പ് D എന്ന് പറയുന്നത്. ഓരോ വർഷവും ബൾക്ക് വേക്കൻസീസ് ആണ് RRB ഗ്രൂപ്പ് D വഴി വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി എന്തായാലും നിങ്ങൾ ഈ RRB ഗ്രൂപ്പ് D എക്സാംസ് എഴുതണം. ഇതൊക്കെയാണ് RRBയുടെ മെയിനായിട്ട് എല്ലാ വർഷവും വിളിക്കുന്ന എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ RRBയുടെ ആനുവൽ കലണ്ടർ നമുക്ക് നോക്കിയാലോ. ഈ ഒരു കലണ്ടർ റിലീസ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 10, 2024 ഈ ഒരു കലണ്ടർ RRB റിലീസ് ചെയ്തത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നത് RRB സോണൽ റെയിൽവേസും അതേപോലെ പ്രൊഡക്ഷൻ യൂണിറ്റ്സും അവരുടെ വേക്കൻസീസ് കൃത്യമായിട്ട് ആക്സസ് ചെയ്തുകൊണ്ട് RRBസിനെ അറിയിക്കണം എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ. ഈ ഒരു കലണ്ടർ പ്രകാരം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ എക്സാം ആണ് ഫസ്റ്റ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ ഉദ്ദേശിക്കുന്നത് ജാനുവരി ടു മാർച്ചിന്റെ ഇടയിലാണ് നോട്ടിഫിക്കേഷൻ വരാനും അവർ പ്ലാൻ ചെയ്തേക്കുന്നത്. വേക്കൻസീസ് എത്ര വരെയുള്ളത് അവർ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 ജൂൺ 30 വരെയുള്ളത്, 2026 ജൂൺ 30 വരെയുള്ള വേക്കൻസീസ് വേണം അവർ ആക്സസ് ചെയ്യാൻ. ഈ വേക്കൻസീസ് OIRMS എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അവർ അപ്ഡേറ്റ് ചെയ്യണം. OIRMS എന്ന് പറയുന്നത് ഓൺലൈൻ ഇൻ്റഗ്രേറ്റഡ് റിക്രൂട്ട്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഇതിൽ വേണം അവർ അപ്ഡേറ്റ് ചെയ്യാൻ. അത് എപ്പോൾ അപ്ഡേറ്റ് ചെയ്യണം? നവംബർ 2024 വേണം അവർ അപ്ഡേറ്റ് ചെയ്യാൻ. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപ്രൂവ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? 2024 ഡിസംബറിലായിരിക്കും. വൺസ് ഈ വേക്കൻസീസ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നോട്ടിഫിക്കേഷൻ്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അത് എപ്പോൾ പ്രിപ്പയർ ചെയ്യും? ജാനുവരി 2025 ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ടാണ് ആ ഡ്രാഫ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ബൈ മാർച്ചോടുകൂടി അവർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി ഈ വർഷത്തെ ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. വന്നത് എപ്പോഴാണ്? ഏപ്രിലാണ്. അപ്പോൾ അവർ പറഞ്ഞത് ജാനുവരി ടു മാർച്ചിലാണ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞതെങ്കിൽ പോലും ജസ്റ്റ് ഒരു മാസം ഡിലേ വന്നിട്ടുണ്ട്. ഏപ്രിലിൽ കൃത്യമായിട്ട് 9,970 വേക്കൻസീസുമായിട്ട് ആര് വന്നിട്ടുണ്ട്? ALPയുടെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതേപോലെ അടുത്തത് പറയുന്നത് എന്താ? ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ്. അപ്പോൾ ടെക്നീഷ്യൻ്റെ വേക്കൻസി എപ്പോൾ വരും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്? ഏപ്രിൽ ടു ജൂണിൻ്റെ ഇടയിലാണ് റിലീസ് ചെയ്യാൻ പ്ലാൻ ഇട്ടത്. സെയിം വേക്കൻസീസ് ജൂൺ 30 വരെയുള്ള വേക്കൻസീസ് ആണ് അവർ ആക്സസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അസസ്മെൻറ്റ് അതായത് ORSൽ ജാനുവരി ടു ഫെബ്രുവരിൻ്റെ ഇടയിൽ വേണം അത് അപ്ലോഡ് ചെയ്യാൻ. അത് അപ്രൂവ് ചെയ്യുന്നത് ഫെബ്രുവരി ടു മാർച്ചിൻ്റെ ഇടയിലായിരിക്കും. ഡ്രാഫ്റ്റ് ഉണ്ടാക്കേണ്ടത് മാർച്ചിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിസിൽ എന്ത് സംഭവിച്ചു? ജൂണോടുകൂടി നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ജൂണിൽ നമുക്ക് ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ആര് വരാനുണ്ട്? NTPC വരാനുണ്ട്. NTPC എക്സ്പെക്റ്റ് ചെയ്യുന്നത് ജൂലൈനും സെപ്റ്റംബറിനും ഇടയിൽ നോട്ടിഫിക്കേഷൻ വരും എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വേക്കൻസീസ് അടുത്ത വർഷം 2026 സെപ്റ്റംബർ 30 വരെയുള്ള വേക്കൻസീസ് ആണ് ആക്സസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അവർ സൈറ്റിൽ ഏപ്രിൽ ടു മെയ് 2025 കൂടി വേക്കൻസീസ് അപ്ലോഡ് ചെയ്യും. അത് അപ്രൂവ് ചെയ്യുന്നത് മെയ് ടു ജൂൺ ആയിരിക്കും. അങ്ങനെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് ജൂൺ 2025 ഡ്രാഫ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബൈ സെപ്റ്റംബർ എൻഡോടുകൂടി RRB NTPCയുടെ ബോത്ത് ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് വേക്കൻസീസ് വരുമെന്നുള്ളതാണ് നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് JEയുടെയും പാരാമെഡിക്കൽ കാറ്റഗറീസിൻ്റെയും വേക്കൻസീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാറ്റഗറീസിൻ്റെ വേക്കൻസീസ് നമുക്ക് എപ്പോൾ എക്സ്പെക്ട് ചെയ്യാം? ബൈ സെപ്റ്റംബർ ഓർ മാക്സിമം ഒക്ടോബർ ആകുമ്പോഴേക്കും നമുക്ക് NTPCയുടെയും JEയുടെയും പാരാമെഡിക്കലിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ അടുത്ത ആരുണ്ട്? ലെവൽ 1 ഗ്രൂപ്പ് D വരാനുണ്ട്. അതേപോലെ ഗ്രൂപ്പ് D ഒക്ടോബർ ടു ഡിസംബർ ഇടയിലാണ് നോട്ടിഫിക്കേഷൻ വരാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ബൈ ഡിസംബർ ഓർ 2026 ജാനുവരിയിൽ ഗ്രൂപ്പ് Dയുടെ നോട്ടിഫിക്കേഷനും വരും. അപ്പോൾ ഒന്ന് നോക്കിയേ, ALP വന്നു, ടെക്നീഷ്യൻ വന്നു, NTPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ്, JE, പാരാമെഡിക്കൽ, ലെവൽ 1 പോസ്റ്റുകൾ അതായത് ഗ്രൂപ്പ് D, അതേപോലെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റർ കാറ്റഗറീസും വരാനുണ്ട്. അപ്പോൾ നോക്കിയേ, ബൾക്ക് വേക്കൻസീസ് ആണ്. അതായത് ജസ്റ്റ് ലോക്കോ പൈലറ്റും അതേപോലെ ടെക്നീഷ്യൻ്റെ വേക്കൻസി വിളിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു 18,000-ഓളം വേക്കൻസിയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇനി NTPC നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്രോക്സ് 30,000+ വേക്കൻസീസ് ആണ് അടുത്ത വർഷം എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഗ്രൂപ്പ് D എല്ലാ വർഷവും 30,000 to 50,000 വേക്കൻസീസ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പം സത്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് 1 lakh+ വേക്കൻസീസ് ആണ് അടുത്ത വർഷം റെയിൽവേയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും മിസ്സാക്കാതെ
പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങൾ ഒരു ഉഴപ്പാതെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് എക്സാം ആണോ വേണ്ടത് അത് ഉറപ്പായിട്ടും വേക്കൻസി വിളിക്കും, അതും ബൾക്ക് വേക്കൻസി ആയിരിക്കും. അതിനുവേണ്ടി ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എന്താ നോക്കാനുള്ളത്, സിലബസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ഫ്രെയിം വർക്കാണ് ഞാൻ പറയുന്നത്. നമുക്ക് 4 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. ഒന്ന് മാത്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. റെയിൽവേയുടെ മാത്സ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമായിട്ടുള്ളത്, അതായത് SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ റെയിൽവേയുടെ മാത്സ് വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്സ് ആണ് നമുക്കൊന്ന് പഠിക്കാനുള്ളത്. രണ്ടാമത്തത് റീസണിങ് ആണ്. മൂന്നാമത്തത് ജനറൽ അവയർനെസ്. നാലാമത്തത് ജനറൽ സയൻസ്. ഈ 4 സബ്ജക്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടുത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാനില്ല. ഇംഗ്ലീഷ് വീക്കായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു അനുഗ്രഹമാണ് റെയിൽവേ എന്ന് പറയുന്നത്. ഈ 4 സബ്ജക്റ്റ് പഠിച്ചാൽ മതി. അതും നല്ല വൃത്തിക്ക് സിലബസും മനസ്സിലാക്കി വളരെ പ്ലാൻഡ് ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 2026 നിങ്ങൾക്കൊരു റെയിൽവേ ജോബ് ഷുവറാണ്. ക്ലിയർ ആണല്ലോ? മെയിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് എക്സാമിനാണ് പഠിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് NTPC ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് JEE ആണോ, അല്ലെങ്കിൽ ALP ആണോ, നിങ്ങൾക്ക് ഏത് എക്സാം ആണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക. ആ എക്സാമിൻ്റെ പാറ്റേൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് പഠിക്കാനുണ്ട്, അതിൻ്റെ സിലബസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ എക്സാം പാറ്റേൺ, നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും എത്ര ചോദ്യങ്ങളുണ്ട്, എത്ര സ്റ്റേജ് എക്സാം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എക്സാമിനെ കുറിച്ചൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സിലബസ്. 4 സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ സിലബസിനും ബ്രേക്ക് ഡൗൺ ചെയ്ത്, അതായത് ഓരോ സബ്ജക്റ്റ് വൈസ് അതിനെ ബ്രേക്ക് ചെയ്ത് ചാപ്റ്റർ വൈസ്, അതിനെ ടോപ്പിക് വൈസ് ആൻഡ് സബ് ടോപ്പിക് വൈസ് ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ട് സിലബസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഹോൾഡ് കിട്ടുന്നതാണ്. മൂന്നാമത്തത് വളരെ ഡിസിപ്ലിൻഡും കൺസിസ്റ്റൻറ്റും ആയിട്ട് പഠിക്കുക. സ്വന്തമായിട്ട് ബിലീഫ് ഉണ്ടാവുക, എന്നുവെച്ചാൽ ഉഴപ്പാതെ ഇതിന് കിട്ടുമോ കിട്ടൂലേ എന്നുള്ളൊരു മൈൻഡൊക്കെ വിട്ടിട്ട് ഇതെനിക്ക് കിട്ടും എന്നുള്ള ഉറപ്പ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഈ ഒരു 3 കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. ഇതെൻ്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പം മക്കളെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ 10ാം ക്ലാസ്സോ +2ഓ ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ട വേക്കൻസി റെയിൽവേയിൽ അവൈലബിൾ ആണ്. റെയിൽവേയിൽ ഒരു ബമ്പർ വേക്കൻസീസ് ആണ് 2026 വരാനിരിക്കുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതിരിക്കുക. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് കിട്ടാനായിട്ട് SSC മെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ SSC RRB റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം നോട്ടിഫിക്കേഷൻസും അപ്ഡേറ്റ്സും കൃത്യസമയത്ത് കിട്ടാനായിട്ട് SSC മെൻറ്ററിൻ്റെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.